ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 14, 15, 16 വാക്യങ്ങളാണ്. രൂത്ത് 4, 14, 15, 16 വാക്യങ്ങൾ. എന്നാൽ സ്ത്രീകൾ നവോമിയോട്, ഇന്ന് നിനക്കൊരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവന്റെ പേർ ഇസ്രായേലിൽ വിസ്തൃതമായിരിക്കട്ടെ. അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യത്തിൽ പോഷകനുമായിരിക്കും. നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമയുമായിരിക്കുന്ന നിന്റെ മരുമകളല്ലോ അവനെ പ്രസവിച്ചത് എന്ന് പറഞ്ഞു. നവോമി കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തി അവന് ധാത്രിയായിരുന്നു. നവോമിയെക്കുറിച്ചും രൂത്തിനെ കുറിച്ചും ആ ദേശത്തുള്ള സ്ത്രീകൾ പറയുന്നതായ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. നമുക്കറിയാം നവോമി ആരാണ്, രൂത്ത് ആരെയാണെന്ന്. നമ്മളെക്കുറിച്ച് നമ്മുടെ ദേശത്തുള്ളവർ ഇതുപോലെയുള്ള സാക്ഷ്യം പറയണം. മനസ്സിൽ തട്ടുന്ന സാക്ഷ്യം, നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ട് ദൈവത്തെ വാഴ്ത്തുവാൻ സഹായിക്കണം. ഇവിടെ പറയുന്നത് യഹോവ വാഴ്ത്തപ്പെട്ടവൻ എന്നാണ്. നമ്മളെ നോക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് യഹോവ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ടോ? അതായിരിക്കണം നമ്മുടെ ചിന്ത. അപ്രകാരം പറയുവാനുള്ള ജീവിതമാണ് നാം ഓരോരുത്തരും നയിക്കേണ്ടത്. ഇവിടെ നമുക്കൊക്കെ അറിയാവുന്നതായ ഒരു സംഭവമാണ് രൂത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുമ്പേ അച്ഛൻ പറഞ്ഞതുപോലെ ഇത് സെവിയ സംഘക്കാരെ മാത്രം ഉദ്ദേശിച്ചല്ല, നമുക്ക് എല്ലാവർക്കും കൂടിയുള്ളൊരു ചിന്തയാണ്. 4 അധ്യായങ്ങൾ മാത്രമുള്ള വളരെ ചെറിയൊരു പുസ്തകമാണല്ലോ രൂത്തിന്റെ പുസ്തകം. ഇതിലെ ഇതിവൃത്തം അല്ലെങ്കിൽ ഇതിലെ സംഭവങ്ങൾ നമ്മളെ ഒക്കെ അതിശയിപ്പിക്കുന്നതാണ്. രൂത്തിന്റെ പുസ്തകത്തിലെ കഥാപാത്രങ്ങൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല. ചാരമൂടിയ ജീവിതാനുഭവങ്ങൾ കൂടി കടന്നുപോയവരാണ് ഇതിലെ കഥാപാത്രങ്ങളെല്ലാം. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹമാകുന്ന നെരുപ്പോടിലെ കനലായി തീരുവാൻ ഇതിലെ ചിലർക്കൊക്കെ സാധിക്കുന്നു. ഈ പുസ്തകത്തിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ നമുക്കറിയാമല്ലോ. എലീമേലേക്ക്, നവോമി, രൂത്ത്, രൂത്തിൻ്റെ മരുമക്കളായ നവോമി, രൂത്ത്, ഓർപ്പ, ബോവസ്, ഇവരൊക്കെയാണല്ലോ ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇവരുടെ ജീവിതാനുഭവങ്ങൾ കൂടി നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ആ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, അല്ലെങ്കിൽ നല്ല അംശങ്ങളെ തിരഞ്ഞെടുക്കുവാൻ തൊക്കെ നമുക്ക് സാധിക്കണം. ജീവിതം എന്ന് പറയുന്നത് തീരുമാനങ്ങളുടെ ഒരു ശൃംഖലയാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നു. ആ തീരുമാനങ്ങളാണ് നമ്മളുടെ ജീവിതത്തെ ജയപരാജയങ്ങളിലേക്ക് എത്തുന്നത്. ഇന്ന് തന്നെ നമ്മൾ രാവിലെ സെൻട്രൽ മീറ്റിങ്ങിന് പോകണമെന്ന് തീരുമാനിച്ചവരെല്ലാവരും വന്നിട്ടില്ല. ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ചു, വീട്ടിലെ കാര്യം ക്രമീകരിച്ചില്ല, അല്ലെങ്കിൽ ഇനി വന്നേച്ചിനി ഒരിടത്ത് പോകണം, 2 മീറ്റിംഗ്, ഈ ചൂടല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തീരുമാനങ്ങൾ മാറ്റി അല്ലേ. എന്നാൽ ചിലരെടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നു. ഇവിടെ ഈ രൂത്തിന്റെ പുസ്തകത്തിലെ ഈ കഥാപാത്രങ്ങൾ എടുത്ത തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ അവരുടെ ജീവിതത്തെ എപ്രകാരം ബാധിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഓരോ വ്യക്തികളും എലീമേലേക്ക്, നവോമി, രൂത്ത്, ഓർപ്പ, ബോവസ്, അവരാണല്ലോ പ്രധാന കഥാപാത്രങ്ങൾ. അവരൊക്കെ എടുത്ത തീരുമാനങ്ങൾ അവരുടെ ജീവിതത്തെ എപ്രകാരമാണ് ബാധിച്ചത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ നമ്മളെ എപ്രകാരം ബാധിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാമെന്നത്രേ ഞാൻ കരുതുന്നത്. ഒന്നാമതായിട്ട് എലീമേലേക്കാണ് ആദ്യത്തെ തീരുമാനമെടുക്കുന്നത്. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. യഹൂദയിലെ ബേത്ലഹേമിലുള്ള ഒരു ആൾ തൻ്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്തെ പരദേശിയായി പാർപ്പാൻ പോയി. അവൻ എലീമേലേക്കെന്നും ഭാര്യയ്ക്ക് നവോമി എന്നും 2 പുത്രന്മാർക്ക് മഹ്ലോൻ എന്നും കില്യോൻ എന്നും പേർ. അവർ യഹൂദയിലെ ബേത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യർ ആയിരുന്നു. അവർ മോവാബ് ദേശത്ത് ചെന്ന് അവിടെ താമസിച്ചു. ഇവിടെ എലീമേലേക്ക് ഒരു തീരുമാനമെടുത്തു, മോവാബിലേക്ക് പോകുവാനായിട്ട്. ആ തീരുമാനമെടുക്കുവാനുള്ള കാരണത്തോടെ പറയുന്നുണ്ട്, ദേശത്ത് ക്ഷാമമുണ്ടായി. തീർച്ചയായിട്ടും ദേശത്ത് ക്ഷാമം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് കുടുംബനാഥൻ എന്ന നിലയിൽ എലീമേലേക്കിൻ്റെ കർത്തവ്യമാണ്. അത് എലീമേലേക്കിനെ നമുക്ക് കുറ്റം പറയുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ എലീമേലേക്കിൻ്റെ തുടർന്നുള്ള അനുഭവം, അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ തുടർന്നുള്ള അനുഭവങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എലീമേലേക്കിൻ്റെ ആ തീരുമാനത്തിൽ എന്തോ പാകപ്പിഴ പറ്റിപ്പോയി എന്ന് നമുക്കറിയാം. അവർ മോവാബിലേക്ക് പോയി.
കുടുംബമായിട്ടാണ് മോവാബിലേക്ക് പോയത്. ക്ഷാമകാലത്ത് തൻ്റെ കുടുംബത്തെ പരിപാലിക്കാൻ വേണ്ടിയാണ് എലീമേലെ കുടുംബവുമായിട്ട് അങ്ങോട്ട് പോയത്. എന്നാൽ എലീമേലേക്കിൻ്റെ ആ തീരുമാനത്തിൽ എന്താണ് പാകപ്പിഴ പറ്റിയത്? ഇവിടെ പറയുന്നു, അവർ പോയത് ക്ഷാമം, ദേശത്തിലെ ക്ഷാമത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് അവർ പരദേശികളായി മോവാബിലേക്ക് പോയത്. ആ ഒരു ഭൗതിക ആവശ്യമാണ് ക്ഷാമം എന്ന് പറയുന്നത്. ഈ ആവശ്യം നിറവേറ്റാനായിട്ട് പോയി. അത് നമുക്ക് തെറ്റെന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ എലീമേലേക്ക് ആരാണ്? ഒരു യഹൂദൻ, എഫ്രാത്യൻ, ബേത്ലഹേമിൽ, അപ്പത്തിൻ്റെ നാടായ ബേത്ലഹേമിൽ ദൈവത്തെ ആരാധിച്ച് ദൈവജനത്തോടൊപ്പം ദൈവിക പ്രമാണങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിച്ചതായ ആളാണ് എലീമേലേക്ക്. പക്ഷെ എലീമേലേക്ക് പോയത് എവിടോട്ടാണ്? മോവാബിലേക്കാണ്. മോവാബ് ദേശം ആരുടേതാണ്, എങ്ങനെയുള്ളതാണ് എന്നൊക്കെ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ലോത്തിന് തൻ്റെ സ്വന്തം മകളിൽ ജനിച്ച മകനാണ് മോവാബ്. ആ മോവാബിൻ്റെ വംശപാരമ്പര്യത്തിലുള്ള ആളുകളാണ് മോവാബിൽ ഉള്ളത്. തിരുവചനം യഹൂദരെ യഹൂദന്മാരെ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരിക്കലും ഈ മോവാബിനുമായിട്ട് യാതൊരു ഇടപാടും പാടില്ല എന്നാണ്. ഇത്രയും നാൾ ബേത്ലഹേമിൽ താമസിച്ച് ദൈവത്തെ ആരാധിച്ചിരുന്നതായ എലീമേലേക്ക് പക്ഷെ ഈ ദൈവിക പ്രമാണത്തെ മറന്നുകൊണ്ടാണ് ബേത്ലഹേമിലേക്ക് പോയത്. ദൈവം ചില ദൈവിക പ്രമാണങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ ദൈവിക പ്രമാണങ്ങളെ മറന്നുകൊണ്ടുള്ള തീരുമാനമാണോ എടുക്കുന്നത്? നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടതാണ്. എലീമേലേക്ക് മോവാബിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തു. ഭാര്യയും 2 മക്കളുമായിട്ട് പരദേശത്തേക്ക് പോകുന്നു. താൻ ഇതുവരെ പാലിച്ചു വന്നതായി എല്ലാ പ്രമാണങ്ങളെയും മറന്നുകൊണ്ടാണ് മോവാബിലേക്ക് പോയത്. അതുമൂലം ആ കുടുംബത്തിന് സംഭവിച്ചതായ ദുരന്തങ്ങൾ ഈ പുസ്തകത്തിൽ തുറന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്താണ് സംഭവിച്ചത്? എലീമേലേക്ക് മരിക്കുന്നു. എലീമേലേക്ക് മരിക്കുക മാത്രമല്ല, ഈ 2 മക്കളും മഹ്ളോനും കില്യോനും മോവാബ്യ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു. തലമുറകൾ പോലും ഉണ്ടാകുന്നതിന് മുൻപേ ഈ 2 മക്കളും മഹ്ളോനും കില്യോനും മരിക്കുന്നു. ഒന്ന് ഓർത്തു നോക്കിക്കേ, ആ കുടുംബത്തിൻ്റെ അരക്ഷിതാവസ്ഥ എത്ര വലുതാണ്. വൃദ്ധയായ വിധവയായ നവോമി, യുവതികളായ സുന്ദരികളായ 2 വിധവകളായ മരുമക്കൾ. എത്ര വേദനാജനകമായ അനുഭവത്തിൽ കൂടിയാണ് ആ കുടുംബം കടന്നു പോകുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പരാജയങ്ങൾ നമുക്കുണ്ടാകാം. ഈ നവോമിയുടെ കുടുംബത്തിൽ ഇതുപോലെയുള്ള വലിയ വേദനയുടെ അനുഭവം ഉണ്ടായി. എലീമേലേക്ക് എടുത്ത തെറ്റായ തീരുമാനത്തിൻ്റെ, ദൈവത്തെ മറന്നുകൊണ്ടുള്ള തീരുമാനത്തിൻ്റെ അനന്തര ഫലങ്ങളായിരുന്നു. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്രകാരമുള്ളതാണ്? ദൈവസന്നിധിയിൽ ആലോചന ചോദിക്കുവാൻ, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആലോചന എടുക്കുവാൻ, നമുക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? വേദപുസ്തക ചരിത്രത്തിൽ അങ്ങനെ അനേകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എസ്തർ മൊർദെഖായിയുടെ വളർത്തുമകളായി വളരെ സാധാരണ സാഹചര്യങ്ങളിൽ ജീവിച്ച ഒരു സ്ത്രീയായിരുന്നു, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയായിരുന്നു എസ്തർ. എന്നാൽ ദൈവം അവളെ തിരഞ്ഞെടുത്ത് അഹശ്വേരോശ് രാജാവിൻ്റെ രാജ്ഞിയായിട്ടെടുത്തു. എന്നാൽ ആ യഹൂദന്മാർക്ക് ചില പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ ഈ മൊർദെഖായി ചെന്ന് എസ്തേറിനോട് പറയുന്നു, നീ രാജാവിൻ്റെ അടുത്ത് ചെന്ന് യഹൂദന്മാർക്ക് വേണ്ടി വാദിക്കണമെന്ന്. എസ്തർ എടുത്തു ചാടിപ്പോയോ? ഇല്ല. നമ്മൾ ആ പുസ്തകത്തിൽ വായിക്കുന്നത് എസ്തേർ തൻ്റെ ജനത്തോട് പറയുന്നു, നിങ്ങൾ 3 ദിവസം 8-ലും വെണ്ണുനീറിൽ വിരുന്ന് ഉപവസിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അവരപ്രകാരം ചെയ്തു. ആ പ്രാർത്ഥനയും ഉപവാസവും കഴിഞ്ഞാണ് അവള് രാജാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നത്. ദൈവം അവൾ അതിശയം പ്രവർത്തിച്ചു. രാജാവ് തൻ്റെ ചെങ്കോൽ അവളുടെ നേരെ നീട്ടി. യഹൂദന്മാരുടെ വിടുതൽ എസ്തേറിൽ കൂടി സാധ്യമായി തീർന്നു. ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ടുള്ളതായ തീരുമാനങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ വിജയത്തിലെത്തിക്കും, നമുക്ക് സമാധാനം തരുന്നു കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് മോശയെ കാണുന്നുണ്ട്. മോശ ആരായിരുന്നു? രാജകുമാരിയുടെ വളർത്തുമകനായി രാജകൊട്ടാരത്തിലെ സകല സുഖ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിച്ച ആളാണ് മോശ. എന്നാൽ തൻ്റെ സഹോദരന്മാരുടെ കഷ്ടത കണ്ടപ്പോൾ മോശ ഒരു തീരുമാനമെടുത്തു. മിസ്രൈമിലെ സുഖത്തേക്കാൾ ദൈവജനത്തോടുള്ള കഷ്ടം സഹിക്കുവാൻ മോശ തീരുമാനിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ തക്കോണം മോശയ്ക്ക് സാധിച്ചു. ഇല്ലേ, മോശ വലിയ കഴിവുള്ള ആളൊന്നും അല്ലായിരുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച തീരുമാനമെടുത്തപ്പോൾ മോശയുടെ തീരുമാനം വിജയത്തിൽ എത്തിച്ചേരുവാൻ തക്കോണം സാധിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അബ്രഹാമിനെ ദൈവം വിളിച്ചു, കാണിപ്പാനിരിക്കുന്ന
ദേശത്തേക്ക് പോകുവാൻ യാതൊരു പരിചയവുമില്ല. എങ്ങോട്ടാണെന്നോ അല്ലെ എന്താണോ സംഭവിക്കുന്നത് എന്നൊന്നും മനസ്സിലാക്കാനായിട്ട് അബ്രഹാമിനെ കഴിഞ്ഞില്ല. പക്ഷെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോയി. അതുകൊണ്ട് ഇന്നും നമ്മൾ അബ്രഹാമിനെ വിളിക്കുന്നത് എന്താണ്? വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കുവാൻ തൊക്കെ സാധിച്ചു. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ തീരുമാനങ്ങൾ എടുത്താൽ തീർച്ചയായിട്ടും നമ്മൾ വിജയത്തിൽ എത്തിച്ചേരും എന്നുള്ളതിനെ വളരെയധികം വ്യക്തമായ കാഴ്ചപ്പാടാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവത്തോട് ആലോചന ചോദിക്കാതെ തീരുമാനങ്ങൾ എടുത്ത ചില ആളുകളെയും നമുക്ക് ഈ വേദപുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. ദാവീദ് ഊരിയാവിന്റെ ഭാര്യയെ ചതിപ്രയോഗത്തിൽ കൂടി സ്വന്തം ഭാര്യയാക്കി തീർത്തു, ഇല്ലേ? ആ തെറ്റ് മനസ്സിലാക്കി. എന്നാൽ ദാവീദിനെ ആ ചതിപ്രയോഗം നടത്തുന്നതിലൂടെ ദൈവത്തോട് ആലോചന ചോദിക്കാതെ എടുത്ത തീരുമാനത്തിലൂടെ പിന്നീട് നമുക്കറിയാം സ്വന്തം മകന്റെ മരണം പോലും ദാവീദിനെ കാണേണ്ടതായി പോകുന്നു. ദൈവത്തോടൊപ്പമുള്ള തീരുമാനങ്ങൾ, ദൈവത്തെ കൂടാതെയുള്ള തീരുമാനങ്ങളുടെ അനന്തര ഫലങ്ങൾ ഈ സംഭവത്തിലൂടെ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എലീമേലേക്കിനെ പോലെ ഭൗതികതയ്ക്ക് വേണ്ടി മാത്രമാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ? നമുക്കൊന്ന് ചിന്തിക്കാം. അതോ ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് എസ്തേറിനെ പോലെ ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഇരുന്നുകൊണ്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഓരോ ദിവസവും ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. എന്നാൽ ആ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപേ ദൈവസന്നിധിയിൽ അല്പസമയം ചെലവഴിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് വിജയത്തിൽ എത്തിച്ചേരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം, എന്നാൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ എലീമയിലേക്ക് ഒരു തെറ്റായ തീരുമാനമെടുത്തു. അത് ആ കുടുംബത്തെ വലിയ പ്രതിസന്ധിയിൽ ആക്കി. രണ്ടാമതായിട്ട് നാം കാണുന്നത് നവോമിയെയാണ്. ഭർത്താവ് എടുത്ത തീരുമാനത്തിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിച്ചത് മുഴുവൻ ഈ നവോമിയാണ്. 3 വിധവകൾ മാത്രമുള്ള വീട്. ഒന്ന് ഓർത്തു നോക്കിയേ, എത്ര വേദനാജനകമായ അനുഭവം. അന്യനാട്ടില് മോവാബിൽ പോയി താമസിക്കുകയാണ്. ഈ 3 വിധവകളായ സ്ത്രീകൾ തന്നെ താമസിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടാക്കാം. എന്നാൽ അവിടെയൊക്കെയും നവോമിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അവൾ യഹൂദയിലെ ബേത്ലഹേമിൽ നിന്നാണ് വന്നത്. അവൾ ഇതുവരെയും ദൈവത്തെ ആരാധിച്ച് ദൈവിക പ്രമാണങ്ങളെ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ്, അല്ലേ? ചൊട്ടയിലെ ശീലം ചുടല വരെ ആ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ തക്കോണം നവോമിക്ക് സാധിച്ചു. നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്ക് വിശ്വാസത്തിന്റെ ആഴങ്ങൾ കണ്ടെത്താൻ ഉതകുന്നതായി തീരണം. നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്ക് വിശ്വാസത്തിന്റെ ആഴങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കുന്നതായിരിക്കണം. അതാണ് ഇവിടെ നവോമിയിലൂടെ സംഭവിച്ചത്. മോവാബ്യ സ്ത്രീകളായ ഓർപ്പയ്ക്കും രൂത്തിനും വിശ്വാസത്തിന്റെ ആഴങ്ങളെ കണ്ടെത്താൻ സഹായിച്ചത് അവരുടെ അമ്മായിയമ്മയായ നവോമിയിൽ കൂടിയായിരിക്കുന്നു. നമുക്കതുപോലെ സാധിക്കുന്നുണ്ടോ? നമ്മുടെ വിശ്വാസം, നമ്മുടെ ആരാധനാ ജീവിതം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ഈ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുവാൻ, വിശ്വാസത്തിന്റെ ആഴങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധന ചെയ്യേണ്ടതാണ്. ഇവിടെ നവോമി ഒരു തീരുമാനമെടുത്തു. 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങിപ്പോകുവാൻ തൻ്റെ മരുമക്കളോടുകൂടെ പുറപ്പെട്ടു. നവോമി ഒരു തീരുമാനമെടുത്തു, മടങ്ങിപ്പോകുവാൻ. എവിടേക്ക് മടങ്ങിപ്പോകുവാൻ? ദൈവത്തിൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക്, യഹൂദിയയിലേക്ക്, താൻ ഇതുവരെ ആരാധിച്ചിരുന്ന ദൈവജനത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുവാൻ തക്കോണം നവോമി ഒരു തീരുമാനമെടുത്തു. നമുക്കറിയാം ആ തീരുമാനത്തിൻ്റെ അനന്തര ഫലങ്ങൾ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ കിളിവാതിൽ നവോമിയുടെ നേരെ തുറക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. എന്തുകൊണ്ടാണ്? നവോമി എടുത്ത ഉറച്ച ഒരു തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ്. നവോമി അങ്ങനെ തിരിച്ചു പോകാനുള്ള കാരണം എന്താണ്? യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ചു, പിന്നെ അവർക്ക് ആഹാരം കൊടുത്തു. ഒരു കാലത്ത് ക്ഷാമം നേരിട്ടപ്പോൾ, ആഹാരമില്ലാതെ ഇരുന്നപ്പോൾ ഭർത്താവിനോടൊപ്പം പരദേശിയായിട്ട് വന്നതാണ് ഈ നവോമി. എന്നാൽ ഇത് നവോമിക്ക് പ്രത്യാശ നൽകുന്ന വലിയൊരു വാർത്തയാണ് നവോമി കേൾക്കുന്നത്. യഹോവ ദേശത്തെ സന്ദർശിച്ചു, അവർക്ക് ആഹാരം കൊടുത്തു. അന്നേരം നവോമിയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ വിശ്വാസം വർദ്ധിച്ചു. നവോമി മടങ്ങിപ്പോകാനുള്ള ഒരു തീരുമാനം എടുത്തു. ഒരു കാലത്ത് നമ്മളും ഇതുപോലെ പ്രാർത്ഥിച്ചില്ലേ? നമ്മൾ കോവിഡ് വന്നപ്പോൾ നമ്മളൊക്കെ ഇന്ന് അച്ഛൻ പറഞ്ഞതുപോലെ അടച്ചുപൂട്ടപ്പെട്ട ഒരവസ്ഥയിൽ ജീവിച്ചപ്പോൾ അനേകർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട
അനേകരെ അല്പം വായുവിന് വേണ്ടി കിടന്ന് പിടച്ചപ്പോൾ നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ദൈവമേ നീ ഞങ്ങളുടെ ദേശത്തെ ഒന്ന് സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവം നമ്മുടെ ദേശത്തെ സന്ദർശിച്ചു. നമുക്ക് വിടുതൽ തന്നു. പക്ഷെ ഇന്നും നമ്മൾ ചില പ്രതിസന്ധികളുടെ നടുവിലാണ് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഭാരതം വലിയ ചില പ്രതിസന്ധികൾ കൂടി കടന്നു പോവുകയാണ്. ഇന്ന് ഭാരതത്തിൽ ക്രിസ്തീയ വിശ്വാസികൾക്ക് നേരെയുള്ള പീഡനങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ യുവജനങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ്? ഇന്ന് നമ്മുടെ യുവജനങ്ങൾ ദൈവത്തെ ആരാധിക്കുവാനോ ദൈവവഴിയിൽ നടക്കുവാനോ താല്പര്യം കാണിക്കുന്നുണ്ടോ? അവർക്ക് ഇന്ന് പലപ്പോഴും ചിന്തിക്കുമ്പോൾ നമ്മളല്ലേ ഈ മാധ്യമങ്ങൾ കൂടിയൊക്കെ കാണുന്നത് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല പ്രായമുള്ളവർക്കും ബാധിച്ചിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് നിരാശ എന്ന് പറയുന്നത്. ഈ നിരാശ ബാധിച്ചു കഴിയുമ്പോൾ പിന്നെ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും, പരിക്കത്താനത്തുള്ള ഒരു മർത്തോമ ഇടവകയിലെ ഒരു ഭാര്യയും ഭർത്താവും ഏതാണ്ട് 75 വയസ്സിന് മുകളിലുള്ളവരാണ്. നല്ല വലിയ 2 നില കെട്ടിടവും വീട്ടിലെ എല്ലാ സൗകര്യങ്ങളും ഉള്ളവരാണ്. അവർ ഗ്യാസിന് തീ കൊടുത്ത് സിലിണ്ടറിൻ്റെ ട്യൂബ് കത്തിച്ചു വിട്ട് 2 പേരും ആത്മഹത്യ ചെയ്തതായിട്ട്. ഒരു കാലത്ത് നമ്മളൊക്കെ വിചാരിച്ചിരുന്നു പ്രായമാകുമ്പോൾ ഒരു പക്വതയൊക്കെ ഉണ്ടാകുമെന്ന്. എന്നാൽ ഇന്ന് മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നിരാശ എന്ന് പറയുന്നത്. ഈ നിരാശ വന്നു കഴിയുമ്പോൾ എന്തോ ചെയ്യണമെന്ന് മനുഷ്യനെ അറിയത്തില്ല. പലപ്പോഴും ആത്മഹത്യയിൽ അഭയം തേടുന്നു. പത്രത്തിലൊക്കെ ഇന്ന് പത്രം വായിച്ചാൽ എത്ര സംഭവങ്ങളാണ് നമ്മൾ അങ്ങനെ കാണുന്നത്. ഒരുപക്ഷെ ഈ നവോമി അതുപോലെ ആത്മഹത്യ ചെയ്യേണ്ടതല്ലേ? എത്ര വലിയൊരു പ്രതിസന്ധിയിൽ കൂടിയാണ് നവോമി കടന്നു പോകുന്നത്. വിധവകളായ 3 സ്ത്രീകൾ ഒരുമിച്ച് ഒരു അന്യദേശത്ത് പാർക്കുക. പക്ഷെ നവോമിക്ക് ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു. ദൈവം തനിക്ക് വേണ്ടി ചില അനുഗ്രഹങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളൊരു പ്രത്യാശ നവോമിക്ക് ഉണ്ടായിരുന്നു. ദൈവം തന്നെ തള്ളിക്കളഞ്ഞു എന്നൊക്കെ ആദ്യം നവോമി ചിന്തിച്ചു. പക്ഷെ നവോമിക്ക് അറിയാമായിരുന്നു ദൈവം തന്നെ ഒരിക്കലും തള്ളിക്കളയത്തില്ല. തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും മടങ്ങി വരും എന്നുള്ളതായ വലിയൊരു പ്രത്യാശ നവോമിക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നമ്മൾ മനുഷ്യരാണ്. നമുക്ക് തെറ്റുകളും പാകപ്പിഴകളും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ കുറവൊക്കെ കാണും. എന്നാൽ ആ കുറവുകൾ മനസ്സിലാക്കി തിരിച്ചു വന്നാൽ ദൈവം നമ്മളെ മതിയാവോളം അനുഗ്രഹിക്കുന്നവരാണ് എന്ന് ഈ നവോമിയുടെ ജീവിതത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിഴവുകൾ വരാത്തതായ ഒരാൾ പോലും ഇല്ല. എന്നാൽ ദൈവം മനുഷ്യന് മാത്രം തന്നിരിക്കുന്ന കഴിവുകളാണ് നമുക്ക് ചിന്തിക്കുവാനും ഈ പിഴവുകളെ തിരിച്ചറിയാനുള്ള കഴിവ്. പക്ഷേ പിഴവുകളെ തിരിച്ചറിയുമ്പോൾ മടങ്ങിപ്പോവാൻ നമ്മൾ തയ്യാറാണോ? മടങ്ങിപ്പോയാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളത് നവോമി നമ്മുടെ മുൻപിൽ ഒരു സാക്ഷിയാണ്. നാം പലപ്പോഴും നഷ്ടപ്പെട്ടു പോയതിനെയൊക്കെ ഓർത്ത് കരയാറുണ്ട്, ഇല്ലേ? വേദനപ്പെടാറുണ്ട്. എന്നാൽ നഷ്ടപ്പെട്ടു പോയി തിരിച്ചരുവാൻ തൊക്കെ മതിയായവനാണ് ദൈവം. നമുക്കറിയാമല്ലോ, നമ്മൾ മുടിയൻ പുത്രൻ എന്ന് വിളിക്കുന്ന ചെറുപ്പക്കാരനായ ആ മനുഷ്യനെ കുറിച്ച്. അവൻ അപ്പൻ്റെ കയ്യിൽ നിന്ന് ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങിച്ചുകൊണ്ട് എല്ലാ സ്വത്തുക്കളും വാങ്ങിച്ചുകൊണ്ട് ആർഭാട ജീവിതം നയിച്ചു. പക്ഷെ ഇതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവനൊരു തിരിച്ചറിവുണ്ടായി. അവനൊരു തീരുമാനമെടുത്തു, എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് എനിക്ക് മടങ്ങിപ്പോകണമെന്ന്. അപ്രകാരം അവൻ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ അപ്പൻ അവനെ എങ്ങനെയാണ് സ്വീകരിച്ചത്? കൊടുക്കാവുന്നിടത്തോളം കൊടുത്ത് വളരെ സൗഹൃദത്തോടെ അവന് വസ്ത്രവും കൈക്ക് മോതിരവും ചെരുപ്പും വലിയ സദ്യയും ഒക്കെ ഒരുക്കി വളരെ സ്നേഹത്തോടെ അവനെ സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതെ, നമ്മളും മടങ്ങി വന്നാൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ തരും. ഒരിക്കലും തീർന്നുപോയി എന്ന് പറയത്തില്ല. നമുക്ക് യാക്കോബിൻ്റെയും മേശാവിൻ്റെയും സംഭവം നമുക്കറിയാം. യാക്കോബ് ചതിപ്രയോഗത്തിലൂടെ അപ്പൻ്റെ കയ്യിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങിക്കൊണ്ട് ഓടിപ്പോയി, അല്ലേ? ഏശാവ് തിരിച്ചു വന്നപ്പോൾ ഏശാവ് അപ്പനോട് ചോദിക്കുന്നുണ്ട്, അപ്പ എനിക്ക് ഒരു അനുഗ്രഹവും വെച്ചിട്ടില്ലേ എന്ന്. പക്ഷേ ഇസഹാക്കിന് നിസ്സഹായനായിട്ട് നിൽക്കാനേ സാധിച്ചുള്ളൂ. എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. നമുക്ക് വേണ്ടി മാത്രമായിട്ട് ചില അനുഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. എന്നാൽ അത് നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മടങ്ങി വരവ് ആവശ്യമാണ്. ഈ നവോമിയെ പോലെ, ഈ മുടിയൻ പുത്രൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പോലെ നമ്മൾ മടങ്ങി വന്നാൽ തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. നവോമി മടങ്ങി വന്നു. നമ്മൾ ഈ 4 അധ്യായം മാത്രമുള്ള രൂത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നവോമി പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തു മടങ്ങിപ്പോയെന്ന് നമുക്ക് തോന്നിയേക്കാം. അല്ല, നവോമി തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അവിടെ മനസ്സിൽ കൂടി എന്തെല്ലാം ചിന്തകൾ വന്നു കാണാം. ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മടങ്ങിപ്പോയതല്ലേ, ഞാൻ തിരികെ ചെല്ലുമ്പോൾ എൻ്റെ വീടോ വസ്തുക്കളോ വല്ലോ അവിടെ കാണുമോ? അവിടെയുള്ള ആളുകൾ എന്നെ തിരിച്ചറിയുമോ? അവരെന്നെ സ്വീകരിക്കുമോ? അല്ലെ വേണ്ടാന്ന് വെച്ചേക്കാം എന്നൊക്കെ നവോമിക്ക് ചിന്തിക്കാമായിരുന്നു.
പക്ഷെ അവൾ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നു. കാരണം ദൈവം അവളോട് കൂടെ ഉണ്ട്. ദൈവം ഇനിയും തന്നെ അനുഗ്രഹിക്കുവാൻ മതിയായവനാണെന്നുള്ള ഉറപ്പ് നവോമിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ എടുത്ത തീരുമാനത്തിൽ അവൾ ഉറച്ചു നിൽക്കുകയാണ്. പോകാനായിട്ട് അവൾ തയ്യാറാവുകയാണ്. പിന്തിരിപ്പിക്കുന്ന ഒത്തിരി ചിന്തകളൊക്കെ അവളുടെ മനസ്സിൽ വന്നു. അത് തന്നെ അവൾ മടങ്ങി ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ നിറഞ്ഞവളായിട്ട് പോയി ഒഴിഞ്ഞവളായിട്ട് വന്നു. ഇല്ലേ, നിങ്ങളിനി എന്നെ നവോമി എന്നല്ല വിളിക്കണ്ടേ, മാറായി എന്ന് വിളിക്കണ്ടേ. ഈ ചിന്തകളൊക്കെ അന്നും അവളുടെ മനസ്സിൽ കൂടി പോയിരുന്നു. പക്ഷെ ആ ചിന്തകൾക്കൊന്നും അവളെ പിന്തിരിപ്പിക്കാനായിട്ട് സാധിച്ചില്ല. അവൾ എടുത്ത ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക്, അല്ലെ ദൈവിക ജനത്തിൻ്റെ അടുക്കലേക്ക്, തൻ്റെ സ്വന്തം നാട്ടിലേക്ക് പോകുവാൻ തക്കോണം നവോമിക്ക് സാധിച്ചു. അപ്രകാരം നവോമി എടുത്ത തീരുമാനമാണ് പിന്നീടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കാരണമായി തീർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദാവീദിനെ കുറിച്ച് നമ്മൾ മുമ്പേ പറഞ്ഞു, ഇല്ലേ? ദാവീദ് ചതിപ്രയോഗത്തിൽ കൂടി ഉരിയാവിൻ്റെ ഭാര്യയെ സ്വന്തമാക്കി. എന്നാൽ നാഥാൻ പ്രവാചകൻ ചെന്ന് ദാവീദിനോട് ഈ കാര്യം ഓർമ്മിപ്പിക്കുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ ഒരു മടങ്ങിവരവ് ഉണ്ടായി. ഇല്ലേ? 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തു പോയി. തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെ അനുദപിക്കുവാണെങ്കിൽ, ഒരു മടങ്ങിവരവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ദൈവം അനവരതമായ അനുഗ്രഹങ്ങൾ നമുക്ക് തരും. ഇല്ലേ? ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നുള്ള പേരിന് അർഹനായി തീർന്നു. എന്തുകൊണ്ടാണ്? ദാവീദിന്റെ ജീവിതത്തിൽ ഒരു മടങ്ങിവരവ് ഉണ്ടായതുകൊണ്ടാണ്. ആ ജീവിത വിജയത്തിന് കാരണമായി തീർന്നത് ആ മടങ്ങിവരവാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വന്നിട്ടില്ലേ? കുറവുകൾ വന്നിട്ടില്ലേ? ദൈവത്തോട് ആലോചന ചോദിക്കാതെ നമ്മൾ തീരുമാനങ്ങൾ എടുത്തിട്ടില്ലേ? നമ്മൾ മടങ്ങി വന്നാൽ ദൈവം നമ്മളെ മതിയാവോളം അനുഗ്രഹിക്കുന്നവനാണ് എന്ന് ഈ നവോമിയുടെ ജീവിതത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മൾ കാണുന്നത് ഓർപ്പ, രൂത്ത് എന്ന 2 മരുമക്കളെയാണ്. എലീമേലേക്കിനെ നമ്മൾ കണ്ടു. എലീമേലേക്ക് എടുത്ത തെറ്റായ തീരുമാനങ്ങൾ ആ കുടുംബത്തെ വലിയ പ്രതിസന്ധിയിൽ എത്തിച്ചു. നവോമിയെ കണ്ടു. നവോമി ഉറച്ച ഒരു തീരുമാനമെടുത്തു. ഞാൻ മടങ്ങി പോകുമെന്നുള്ള തീരുമാനമെടുത്തു. അത് അവളുടെ ജീവിതത്തെ അനുഗ്രഹമായി തീർന്നു. മൂന്നാമത് നമ്മൾ കാണുന്നത് ഓർപ്പ, രൂത്ത് എന്ന 2 മരുമക്കളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഇവിടെ വായിച്ചാണെങ്കിലും കൂടുതൽ വായിക്കുന്നില്ല, മരുമക്കളോടുകൂടെ പുറപ്പെട്ടു. അവർ യാത്ര പുറപ്പെട്ടു. എൻ്റെ വിചാരം ഒരു പക്ഷേ അവർ മോവാബിൻ്റെ അതിർത്തി വരെയും ഈ 3 പേരും ഒന്നിച്ച് നടന്നു കാണും. ഈ പോകുന്ന വഴിക്കൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ മടങ്ങിപ്പോവുകയും നിങ്ങളുടെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവാൻ നവോമി പല പ്രാവശ്യം ഈ മരുമക്കളോട് പറയുന്നുണ്ട്. ഇല്ലേ? ഇതിങ്ങനെ കേട്ട് നമുക്കാണെങ്കിലും നമ്മളോട് ഒരു കാര്യം പല ആവർത്തി പറയുമ്പോൾ ശരിയാ, അല്ലെ, തിരിച്ചങ്ങ് പോയേക്കാമെന്ന് തോന്നിക്കും. ഓർപ്പയ്ക്ക് അങ്ങനെ തോന്നി. അവളൊന്ന് ചിന്തിച്ച്, ശരിയാ, ഈ വല്യമ്മയുടെ കൂടെ പോയാൽ എൻ്റെ ഭാവി എന്തായിത്തീരും, അല്ലേ? അവൾ അനിശ്ചിതത്വമൊക്കെ മനസ്സിലാക്കി പുറമോട്ട് ചിന്തിച്ചു. എൻ്റെ ഭർത്താവ് മരിച്ചു, അമ്മായിയപ്പൻ മരിച്ചു, ഇനി അമ്മായിയമ്മയുടെ നാട്ടിലോട്ട് പോവുകയാണ്, അവിടെ ചെന്നാൽ എങ്ങനെയായിരിക്കുമെന്ന്. ഇല്ലേ? ഓർപ്പ എന്ത് ചെയ്തു? അവൾ തിരിച്ച് അവളുടെ അമ്മയുടെ അടുത്തേക്ക് തന്നെ മടങ്ങിപ്പോയി. എന്താ അങ്ങനെ മടങ്ങിപ്പോകാനുള്ള കാരണം? ഓർപ്പ എടുത്ത തീരുമാനം വൈകാരികമായിരുന്നു. അത് പെട്ടെന്ന് ഈ അമ്മായിമ്മയുടെ പറച്ചിലും സ്നേഹവും പിന്നെ രൂത്തിൻ്റെ കരച്ചിലും ഒക്കെ കണ്ടപ്പം എന്നാലാട്ട് അങ്ങ് പോയേക്കാം എന്നെടുത്തൊരു തീരുമാനമായിരുന്നു. അത് ഉറപ്പില്ലായിരുന്നു. അല്ലെങ്കിൽ ആ തീരുമാനത്തിന് സമർപ്പണം ഇല്ലായിരുന്നു. സമർപ്പണം ഉണ്ടെങ്കിലേ നമ്മളെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഓർപ്പ മടങ്ങിപ്പോയി. തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ തക്കോണം അവൾക്ക് സാധിച്ചില്ല. നമുക്ക് ഇതുപോലെ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. ഡിസംബർ 31-ാം തീയതി വാക്സിനേറ്റ് സർവീസ് നമ്മൾ തീരുമാനിക്കും അടുത്ത വർഷം ദൈവത്തോടു കൂടെ മാത്രമായിരിക്കുമെന്ന്, അല്ലേ? എത്ര പേർക്ക് അതിനകത്ത് ഉറച്ചു നിൽക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്? നമ്മുടെ തീരുമാനം സമർപ്പണത്തോടു കൂടി ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ ഓർപ്പയ്ക്ക് കഴിയാതെ പോയത് അവൾ വൈകാരികമായ തീരുമാനങ്ങളാണ് എടുത്തത്. ഇന്നത്തെ യുവതലമുറയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വൈകാരിക തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ പലരും, ഇല്ലേ? പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ അവരെവിടെയെങ്കിലും പഠിക്കാനോ എടുക്കാനോ ജോലിക്കോ ഒക്കെ പോകുമ്പോൾ അവിടെ വെച്ച് കാണുന്ന ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കും. അവൻ്റെ സൗന്ദര്യമോ അവൻ്റെ ബൈക്കോ അവൻ്റെ കാറോ അല്ലെങ്കിൽ അവൻ്റെ ആഹാര സൗഷ്ഠ്യമോ ഒക്കെ കാണുമ്പോൾ ഒരു തീരുമാനമെടുക്കും. ജീവിച്ചു കഴിയുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ അല്ല ജീവിതമെന്ന്, ഇല്ലേ? പെട്ടെന്ന് ആ തീരുമാനത്തെ മറിക്കും. അത് അവരുടെ തന്നെ ജീവിതത്തിൻ്റെ പരാജയമായിട്ട് മാറുന്നതായിട്ട് നമുക്കറിയാം. അങ്ങനെയൊക്കെയുള്ള അനേക കുഞ്ഞുങ്ങൾ ഇന്ന് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഈ പത്രത്തിലൊക്കെ ഇത് വായിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നിക്കും, അയ്യോ അവരെടുത്ത തീരുമാനം എത്ര തെറ്റായിപ്പോയി എന്ന്. വൈകാരികമായ തീരുമാനങ്ങൾ എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുവാനോ വിജയം പ്രാപിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഓർപ്പയ്ക്ക് മടങ്ങിപ്പോകേണ്ടി വന്നത്. പിന്നെ നമ്മൾ വേദപുസ്തകത്തിൽ എങ്ങും ഓർപ്പയെ കാണുന്നേ ഇല്ല. അവളുടെ കഥ അവിടെ വെച്ച്
അവസാനിക്കുകയാണ്. എന്നാൽ രൂത്തോ അവൾ അമ്മായിമ്മയോട് പറ്റി നിന്നു. ഉറച്ച തീരുമാനമാണ് എടുത്തത്, ഇല്ലേ? അതിൽ നിന്ന് മാറ്റാനായിട്ട് അമ്മായിമ്മയ്ക്ക് പോലും കഴിയുന്നില്ല. അമ്മായിമ്മ അവസാനം രൂത്ത് പറയുന്നുണ്ട്, അവളോട് പറയുന്നത് മതിയാക്കി എന്ന്. കാരണം അതുപോലെ അവളുടെ തീരുമാനം ഉറച്ചതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1-ാം അധ്യായം 15-ാം വാക്യം മുതൽ നമ്മളിങ്ങനെ വായിക്കുന്നു, രൂത്തോ അവളോട് പറ്റി നിന്നു. അപ്പോൾ അവൾ, നിന്റെ സഹോദരി തൻ്റെ ജനത്തിൻ്റെയും തൻ്റെ ദേവന്റെയും അടുക്കിലേക്ക് മടങ്ങിപ്പോയല്ലോ, നീ നിന്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. തന്നോടുകൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി. അത് രൂത്തിന്റെ തീരുമാനത്തിന്റെ പ്രത്യേകതയാണ്. അവൾ സമർപ്പണത്തോടുകൂടി തൻ്റെ അമ്മായിയമ്മയോട് പറ്റി നിൽക്കുവാൻ തക്കവണ്ണം സാധിച്ചു. ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് പറയട്ടെ, നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്ക് വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നതായിരിക്കണം. മോവാബ്യ സ്ത്രീയായ രൂത്തിനെ ഇപ്രകാരമുള്ളൊരു തീരുമാനമെടുക്കാൻ കാരണമാരാണ്? ഈ അമ്മായിയമ്മയായ രൂത്താണ്, നവോമിയാണ്. ആ നവോമിയുടെ വിശ്വാസം രൂത്തിനെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുവാൻ തക്കവണ്ണം സഹായിച്ചു. രൂത്ത് ഒരു ഉറച്ച തീരുമാനമെടുത്തു. ഈ അമ്മായിയമ്മയോടൊപ്പം നവോമിയോടൊപ്പം ബേത്ലഹേമിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ട്. ഇങ്ങനെ ഉറച്ച തീരുമാനമെടുത്ത അനേക വ്യക്തികളെ ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചന്ദ്രഗമേശ അഭേദ്രഹോം എന്ന എബ്രായ ബാലന്മാർ, ഇല്ലേ, തീച്ചൂളയുടെ അനുഭവം അവർക്കുണ്ടായി. എങ്കിലും അവർ പറയുന്നു, ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ ഞങ്ങളെ നമസ്കരിക്കുകയില്ല. അവിടെ 4-ാമനായിട്ട് വന്ന് തീച്ചൂളയുടെ അനുഭവത്തിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ തക്കവണ്ണം സാധിച്ചു, ഇല്ലേ? അതെത്ര വലിയ സാക്ഷ്യമാണ്. രാജാവ് പോലും അവരാരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം കൽപ്പന പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം സഹായിച്ചു. വിശ്വാസത്തിൻ്റെ ആഴം അതാണ്. അതുപോലെ തന്നെ ദാനിയേല് ഒരു തീരുമാനമെടുത്തു. രാജാവിൻ്റെ ഭോജനം കൊണ്ട് തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് അവൻ ഹൃദയത്തിൽ തീരുമാനിച്ചു, അല്ലേ? രാജാവിൻ്റെ ഭോജനം കൊണ്ട് തന്നെത്താൻ അശുദ്ധമാക്കിയുള്ള തീരുമാനം. നമ്മൾ പലപ്പോഴും അങ്ങ് തീരുമാനം എടുക്കും, പക്ഷെ ഉറച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ ദാനിയേൽ എടുത്ത തീരുമാനത്തിൽ അവൻ ഉറച്ചു നിന്നു. ജോസഫ് പൊത്തിഫറിന്റെ ഭവനത്തിൽ വെച്ച് വലിയ കെണിയിൽ അകപ്പെടുത്തുവാനായിട്ട് പൊത്തിഫറിന്റെ ഭാര്യ ശ്രമിച്ചു. അപ്പോൾ ജോസഫ് പറഞ്ഞ എന്താണ്? ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോടെ പാപം ചെയ്യുകയില്ല. ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുകയില്ല എന്ന് അവനൊരു ഉറച്ച തീരുമാനം ഇന്നെടുത്തതാണോ? അല്ല, അവൻ നേരത്തെ എടുത്തതാണ്. ദൈവത്തോട് പാപം ചെയ്യത്തക്കവണ്ണം ഒരു ദോഷം ഞാൻ ചെയ്യുകയില്ല എന്ന് ഉറച്ച തീരുമാനമെടുത്തു. ഇവിടെ നവോമിയും ഇതാ ഉറച്ച തീരുമാനമെടുക്കുന്നു, ബേത്ലഹേമിലേക്ക് മടങ്ങിപ്പോകുവാൻ. മടങ്ങിപ്പോയപ്പോൾ നമുക്കറിയാം, ഒരു എളുപ്പം അങ്ങ് ചെന്ന് അവിടെയുള്ള ബേത്ലഹേമിലുള്ള ആളുകൾ അവരെ സ്വീകരിച്ചോ? ഇല്ല. ഒത്തിരി പ്രതിസന്ധികൾ കൂടി കടന്നു പോകേണ്ടി വന്നു. ഭക്ഷണത്തിന് പോലും യവക്കൊയ്ത്തിന്റെ സമയത്ത് വയലിൽ പോയി കാല വറക്കേണ്ട അനുഭവം വരെ ഉണ്ടായി, ഇല്ലേ? ഒത്തിരി പ്രതിസന്ധികൾ കൂടിയാണ് നവോമിയും രൂത്തും കടന്നുപോയത്. പക്ഷേ അവർക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. ഈ കഷ്ടപ്പാടിന്റെ അപ്പുറത്ത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചില അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന ഒരു പ്രത്യാശ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെയൊക്കെയും ഉറച്ചു നിൽക്കുവാൻ, സമർപ്പണത്തോടെ നിൽക്കുവാൻ തക്കവണ്ണം രൂത്തിനും നവോമിക്കും സാധിച്ചു. ചരിത്രം നമുക്കറിയാമല്ലോ, കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ബോവസ് രൂത്തിനെ വിവാഹം കഴിക്കുന്നു. അങ്ങനെ ബോവസിന് രൂത്തിൽ കൂടി ഒരു മകൻ ഉണ്ടാകുന്നു. അതാണ് ഒബേദ്, അല്ലേ? ഒബേദിന്റെ വംശപാരമ്പര്യമാണ് ഞാൻ അവസാനം വായിച്ചത്, നമ്മൾ കേട്ടല്ലോ. ഒബേദിനെ മടിയിൽ നിർത്തിക്കൊണ്ട് പറയുന്നതാണ്, എന്നാലേ സ്ത്രീകൾ നവോമിയോട്, ഇന്ന് നിനക്കൊരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ്റെ പേർ ഇസ്രായേലിൽ വിസ്തൃതമായിരിക്കട്ടെ. നവോമിക്ക് ശരിക്കും ഈ ഒബേദുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? ഇല്ല, യാതൊരു രക്തബന്ധവും ഇല്ല. പക്ഷെങ്കിൽ ദൈവം അവളെ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ കണ്ണിയായി തീരുവാൻ തക്കോണം നവോമിക്ക് ഇടയായി തീർന്നു. ദൈവം അവളെ തെരഞ്ഞെടുത്തു. കാരണം അവളുടെ വിശ്വാസത്തിൻ്റെ ആഴമാണ്. ദൈവം അവളെ തെരഞ്ഞെടുത്ത് ഈ രൂത്തിൽ കൂടി അവൾക്കൊരു മകനുണ്ടാകുവാൻ അവളോട് പറയുന്നുണ്ട്. ആ ഒബേദിനെ മടിയിൽ കിടത്തിക്കൊണ്ട് അവനെ ധാത്രിയായി തീർന്നു. അവന് വലിയമ്മയായി തീരുവാൻ തക്കോണം നവോമിക്ക് സാധിച്ചു. അതുപോലെ രൂത്തിനെ കുറിച്ച് പറയുന്നത് എന്താണ്? നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ നിനക്ക്
ഉത്തമയുമായിരിക്കുന്ന മരുമകളല്ലോ അവൾ, ഇല്ലേ? ആ മരുമകള് അവൾക്കിപ്പോൾ അനുഗ്രഹം കിട്ടി, ബോവസിന്റെ ഭാര്യയൊക്കെ ആയി, ഇല്ലേ? വേണമെങ്കിൽ അവൾക്ക് ഇനി നവോമിയെ ഉപേക്ഷിച്ച് കളയാം. പക്ഷെ അവൾ ഒരിക്കലും ഉപേക്ഷിച്ചില്ല. നമുക്കറിയാം കുട, ഇല്ലേ? കുട നമുക്ക് എപ്പോഴും വേണ്ട, എന്നാലും മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് കുട വേണം. മഴക്കാറ് കാണുമ്പോൾ ബാഗിനകത്ത് കുടയുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം, ആ മഴ വന്നാലും സാരമില്ല, കുടയുണ്ടല്ലോ. മഴ പെയ്തു, കുട നൂർത്തു, മഴ തീർന്നു കഴിയുമ്പോൾ നമ്മൾ കുട മടക്കും. നനഞ്ഞ കുട നമുക്കൊരു ഭാരം, ഇല്ലേ? പിന്നെ അതെവിടെ വെക്കണം? ബാഗിൽ വെച്ചാൽ ബാഗിൽ നിന്നാണ് പ്ലാസ്റ്റിക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ വെക്കാമായിരുന്നു. പക്ഷേ ഇത് നമുക്ക് എവിടെയെങ്കിലും താത്തു വെക്കുന്നവരെ ഇതൊരു ബാധ്യതയാണ്, ഇല്ലേ? വേണമെങ്കിൽ രൂത്തിന് നവോമിയോടെ ഇതുപോലെ ചെയ്യാമായിരുന്നു. കാര്യം സാധിക്കുന്നത് വരെ നവോമിയെ കൊണ്ട് രൂത്ത് നടന്നാൽ മതിയായിരുന്നു, ഇല്ലേ? പക്ഷെ ഇന്നും അവൾ 7 പുത്രന്മാരെക്കാൾ നല്ലതല്ലോ രൂത്ത് എന്ന് മറ്റുള്ളവർ അവരെ കുറിച്ച് സാക്ഷ്യം പറയത്തക്കവണ്ണം ഈ അമ്മായിമ്മയോട് പറ്റി നിൽക്കുവാൻ തക്കവണ്ണം രൂത്തിന് സാധിച്ചു. ഒന്ന് ഓർത്ത് നോക്കിയേ, രൂത്ത് ആരാ? ഒരു മോവാബ്യ സ്ത്രീയാണ്. അവസാനം നമ്മൾ കാണുന്നത് ദാവീദിന്റെ വംശപാരമ്പര്യം വരെ പറയുന്നു. എന്തിനാ രൂത്തിന്റെ പുസ്തകത്തിൽ ഈ ദാവീദിന്റെ വംശപാരമ്പര്യം പറയുന്നത്? കർത്താവായ യേശുക്രിസ്തു ദാവീദിന്റെ വംശത്തിലും കുലത്തിലും പിറന്നവനാണെന്ന് സാക്ഷിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഒന്ന് ഓർത്തു നോക്കിയേ, മോവാബ്യ സ്ത്രീയായ രൂത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു ഈ ലോകരക്ഷകൻ പിറക്കണമെങ്കിൽ ദൈവം എത്രയോ പണ്ടേ അതിനുള്ളതായ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. ഈ രൂത്തൊക്കെ കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ പിറക്കുന്നത്, ഇല്ലേ? യഹൂദന്മാരെ വെറുക്കപ്പെട്ട ജാതിയാണ് മോവാബ്യർ. പക്ഷേ ആ വെറുക്കപ്പെട്ട ജാതിയിൽ നിന്നും ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവത്തിന് ആരും അന്യരല്ല. നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയോ നമ്മുടെ പണമോ ഒന്നും നോക്കിക്കൊണ്ടല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ സമർപ്പണമാണ്. ഇവിടെ രൂത്ത് സമർപ്പണത്തോടെ നിന്നുകൊണ്ടാണ് ആ ദൈവീക രക്ഷാപദ്ധതിയുടെ കണ്ണിയാകുവാൻ തക്കോണം രൂത്തിന് സാധിച്ചത്. ദൈവത്തിന് സമർത്ഥരെയല്ല വേണ്ടത്, പിന്നെയോ സമർപ്പിതരെയാണ്. കർത്താവിനെ തൻ്റെ വേലയിൽ വേണ്ടത് സമർത്ഥരെയല്ല, പിന്നെയോ സമർപ്പിതരെയാണ്. ഈ രൂത്ത് സമർപ്പണത്തോടെ നിന്നുകൊണ്ടാണ്. നമുക്കറിയാം, ദൈവമായ കർത്താവ് ഈ വേദപുസ്തകത്തിൽ മുഴുവൻ കാണുന്നതും വലിയ ആളുകളെ ദൈവം തിരഞ്ഞെടുത്തതായിട്ടല്ല. കന്യാമറിയാം ആരായിരുന്നു? ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു. പക്ഷേ ലോകരക്ഷകൻ പിറക്കുവാനായിട്ട് കർത്താവ് ദൈവം തിരഞ്ഞെടുത്തത് കന്യാമറിയാമിനെയാണ്. ശമരിയ സ്ത്രീ, അല്ലേ? വെറുക്കപ്പെട്ട ജീവിതം നയിച്ചവളായിരുന്നു ശമരിയ സ്ത്രീ. രാഹാബ് എന്ന വേശ്യ ആരായിരുന്നു? ഈ ബോവസിന്റെ അമ്മയാണ് രാഹാബ്. എന്നിട്ട് ഓർത്തു നോക്കിയേ, ഇങ്ങനെയുള്ളവരെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. കാരണം അവരുടെ സമർപ്പണം, അവരുടെ സാമർഥ്യം നോക്കിയല്ല, അവരുടെ സമർപ്പണം നോക്കിയാണ് ദൈവം ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് ദൈവിക പദ്ധതിയുടെ കണ്ണിയാക്കി തീർത്തത്. ശിഷ്യന്മാർ സാധാരണ മീൻപിടുത്തക്കാരായ ആളുകൾ, അല്ലെങ്കിൽ ചുങ്കം പിരിക്കുന്ന, അതായത് ഈ അന്നത്തെ കാലത്ത് ചുങ്കം പിരിവുകാരെന്ന് പറഞ്ഞ ആളുകൾക്ക് ഭയങ്കര ദേഷ്യമാണ്. കാരണം അവരെ പറയുന്നതിൽ കൂടെ പിരിക്കുന്ന ആളുകളാണ്. പക്ഷെ അവരെയൊക്കെയാണ് ദൈവം കർത്താവ് തൻ്റെ ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്തത്. അങ്ങനെ ഓർത്തോളം നമ്മളൊക്കെ പലപ്പോഴും വിചാരിക്കും, അയ്യോ എനിക്കെന്തോ ക്വാളിഫിക്കേഷൻ. നമ്മുടെ ക്വാളിഫിക്കേഷൻ ഇല്ലായ്മയാണ് ദൈവത്തിൻ്റെ ക്വാളിഫിക്കേഷൻ. നമ്മൾ സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവീക പദ്ധതിയുടെ ഒരു കണ്ണിയായി തീരുവാൻ ദൈവം നമ്മളെയും സഹായിക്കും. ഒരുപക്ഷെ നമുക്ക് ഒരു വലിയ മുന്നിൽ നിന്ന് പ്രസംഗിക്കാനുള്ള അവസരമോ അല്ലെങ്കിൽ ഒരു സെക്രട്ടറി ആകാനോ ട്രഷറർ ആകാനോ ഉള്ള കഴിവൊന്നും ഒരുപക്ഷെ ഇല്ലായിരിക്കാം. എന്നാൽ പ്രാർത്ഥനയിൽ കൂടി പോലും, നമ്മുടെ വാക്കുകളിൽ കൂടി, മറ്റുള്ളവരോടും നമ്മുടെ ഇടപാടുകളിൽ കൂടി ദൈവീക പദ്ധതിയുടെ കണ്ണിയായി തീരുവാൻ തക്കോണം നമുക്ക് സാധിക്കും എന്നുള്ളത് ഈ രൂത്തിന്റെ ജീവിതത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ 4 വ്യക്തികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എലീമേലേക്ക് ഭൗതികതയ്ക്ക് വേണ്ടി തെറ്റായ തീരുമാനമെടുത്തു. അത് അവൻ്റെ കുടുംബത്തെ വലിയ പ്രതിസന്ധിയിൽ എത്തിച്ചു നിർത്തി. എന്നാൽ നവോമി ഈ തീരുമാനം, എലീമേലേക്ക് എടുത്ത തീരുമാനങ്ങളുടെ അനന്തരഫലം മുഴുവൻ അനുഭവിക്കേണ്ടി വന്ന നവോമിയാണ്. എന്നാൽ നവോമി ഒരു തീരുമാനമെടുത്തു, മടങ്ങിപ്പോകുവാനായിട്ട്. അത് അവളുടെ ജീവിതത്തെ അനുഗ്രഹമായി തീർന്നു. ദൈവം അനുഗ്രഹങ്ങളുടെ മാരി അവളുടെ മേൽ ചൊരിയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓർപ്പ വൈകാരികമായ തീരുമാനമാണ് എടുത്തത്. അവളെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ തക്കോണം ഓർപ്പയ്ക്ക് സാധിച്ചില്ല. അവള് അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ രൂത്തോ നവോമിയോടെ പറ്റി നിന്നു. മരണത്താലല്ലാതെ നിന്നെ വിട്ട് പിരികയില്ല എന്ന് പറയത്തക്കോണം ഉറച്ച തീരുമാനം, സമർപ്പണത്തോടെയുള്ള തീരുമാനം എടുക്കുവാൻ തക്കോണം രൂത്തിന് സാധിച്ചു. അതുകൊണ്ട് എന്താണ് അവിടെ ഉണ്ടായത്? ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയിലെ ഒരു കണ്ണിയായി തീരുവാൻ തക്കോണം ദൈവം അവളെ
തിരഞ്ഞെടുത്തു. ലോകരക്ഷകനായ കർത്താവ് അവളുടെ കുടുംബ പാരമ്പര്യത്തിൽ നിന്ന് പിറക്കാൻ തക്കോണം വർഷങ്ങൾക്ക് മുൻപേ, നാളുകൾക്ക് മുൻപേ ദൈവം രൂത്തിനെ തിരഞ്ഞെടുത്തു. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കാം. നമ്മളെടുത്ത തീരുമാനം എപ്രകാരമുള്ളതാണ്? നമ്മുടെ കുടുംബത്തെ പ്രതിസന്ധിയിൽ എത്തിക്കുന്നതാണോ? വൈകാരികമായ തീരുമാനങ്ങൾ ഉള്ളതാണോ നമ്മുടെ തീരുമാനങ്ങൾ? എന്നാൽ നവോമിയെ പോലെ ഉറച്ച തീരുമാനം, സമർപ്പണത്തോടെയുള്ള തീരുമാനം, രൂത്തിനെ പോലെ എൻ്റെ കർത്താവിനോട് എൻ്റെ വിശ്വാസത്തിൽ ഞാൻ നവോമിയോടൊപ്പം പറ്റി നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉറച്ച തീരുമാനങ്ങൾ എടുത്താൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെയും ഉപയോഗിക്കും. ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയുടെ കണ്ണികളായി തീരുവാൻ തക്കൊണ്ട് സാധിക്കും. പ്രിയ സേവിയ സംഘാംഗങ്ങളെ, ഇടവക മിഷൻ അംഗങ്ങളെ, നമ്മൾ ഈ സെൻട്രൽ മീറ്റിംഗ് കൂടുന്നത്, നമ്മൾ ഓരോ ദിവസവും ഓരോ ദൈവത്തിന് വേണ്ടി ആരാധനാലയത്തിൽ വരുന്നത്, ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, പാടുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയിൽ എന്നെയും ഒരു കണ്ണിയാക്കി തീർക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ, സമർപ്പണത്തോടെ വന്നാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെയും ഉപയോഗിക്കും. നമുക്കിന്ന് ഭാരതത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. അടുത്ത വർഷം ഇതുപോലെ നമുക്ക് കൂടി വരുവാൻ ഒക്കുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. നമ്മുടെ ആരാധനാലയം ഇവിടെ കാണുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്നാൽ നമുക്ക് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയത്തില്ലേ? ഒരുപക്ഷെ നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാനോ അല്ലെ അങ്ങനെയുള്ളവരെ എതിർക്കുവാനോ ഒന്നും കഴിവില്ലായിരിക്കാം. എന്നാൽ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ, നവോമിയെ പോലെ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം അതിശയം പ്രവർത്തിക്കും. നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ദേശത്തിന് ഒരു വിടുതലുണ്ടാകും. ക്രിസ്തീയ സഭയ്ക്ക് വളരുവാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തിലെ കണ്ണികളായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ.